ഹായ് സുഹൃത്തുക്കളെ, ഒരു നല്ല സുദിനത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുന്നു. മനസ്സ് ഒരു വലിയ അത്ഭുതമാണെന്ന് ലോകത്ത് എല്ലാവരും ഇപ്പോൾ ആ മേഖലയിൽ ചർച്ചയും ഗവേഷണവും പഠനവും നടത്തിയപ്പോൾ നാം മനസ്സിലാക്കി വരുന്നു. മനസ്സിനകത്ത് നമുക്ക് വേണ്ടത് എന്താണോ അത് നേടിയെടുക്കാനുള്ള എല്ലാ കഴിവുകളും ദൈവം തമ്പുരാൻ നിക്ഷേപിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. ആ കഴിവുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എന്ത് ലക്ഷ്യം നേടാനും എന്ത് നേട്ടത്തിലേക്കും മനസ്സിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്, ഇപ്പോൾ നേടിയ കുറേ അവസ്ഥാന്തരങ്ങൾ മനസ്സിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടാൻ പറ്റുമോ? നമുക്കറിയാം, ഒരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മാറണം. നമ്മുടെ സാഹചര്യം മാറ്റിവെച്ച്, നമ്മുടെ ആവശ്യം മാറ്റിവെച്ച്, അതിന് നിയുക്തമായ ആളുകളുടെ കീഴിൽ പോയി നാം പരിശീലനം തയ്യാറാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളും മാറ്റിവെച്ച് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആകുമ്പോൾ നമുക്ക് ആ കഴിവുണ്ടാകുന്നു. ഇതുപോലെ മനസ്സ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയി നമുക്ക് ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയില്ല. കുറച്ച് മാറ്റിവെക്കണം. നമ്മുടെ സൗകര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കർമ്മങ്ങളെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമാണ് എന്തും നേടാൻ സാധ്യമാവുക. അതുകൊണ്ട് എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് ചുരുക്കമായി നിങ്ങളുടെ മുമ്പിൽ 3-4 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ വേണ്ടത് എന്ന് വ്യക്തമായ പിക്ചർ ഉണ്ടാവുക എന്നതാണ്. ഗോൾ സെറ്റിംഗ് എന്നാണ് അതിനെപ്പറ്റി പറയുക. പലരും പറയും, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ അച്ചീവർ ആവണം, അല്ലെങ്കിൽ മന്ത്ലി ഇൻകം ഇത്ര ഉണ്ടാവണം, അല്ലെങ്കിൽ ഹെൽത്ത് എങ്ങനെയാവണം, അല്ലെങ്കിൽ നോളജ് ഇത്രയൊക്കെ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ എഴുതണം, അല്ലെങ്കിൽ ടൂർ പോകണം, അല്ലെങ്കിൽ വീട് വേണം, വാഹനം വേണം, ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആരും, അധികം പേരും അത് എഴുതി തയ്യാറാക്കില്ല. ഹാർഡ്വർക്ക് യൂണിവേഴ്സിറ്റി റിസർച്ചിൽ പറയുന്നത്, ആഗ്രഹമുള്ള ആളുകൾ, എഴുതി തയ്യാറാക്കുന്ന ആളുകൾ, ആഗ്രഹം വ്യക്തമായ ലക്ഷ്യമുള്ള ആളുകൾ കേവലം 13% മാത്രമാണെന്നാണ്. ആ ലക്ഷ്യമുള്ളത് എഴുതി തയ്യാറാക്കുന്ന ആളുകൾ 7% താഴെയാണെന്ന്. എഴുതി തയ്യാറാക്കിയത് സയൻറ്റിഫിക്കായി അപ്ലൈ ചെയ്ത് അതിൻ്റെ സിസ്റ്റം ലൈഫിൽ റൂട്ടീനാക്കി മാറ്റുന്നവർ 3% താഴെ മാത്രമാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ലക്ഷ്യം എഴുതിയിട്ടുണ്ടോ? എഴുതിയില്ലെങ്കിൽ അത് ആഗ്രഹം മാത്രമാണ്. എഴുതിയാൽ മാത്രം പോരാ, അതിന് സിസ്റ്റം തയ്യാറാക്കിയോ? ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യണം അതിനു വേണ്ടി എന്ന് സിസ്റ്റം തയ്യാറാക്കിയോ? പോരാ. അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ ഒന്നാമതായി, ലക്ഷ്യത്തിൽ ഓരോ മേഖലയിലും എന്ത് വേണം. എൻ്റെ ഹെൽത്തിൽ ഒരു വർഷം കൊണ്ട് എൻ്റെ കരിയറിൽ എന്താകണം, ഹെൽത്തിൽ എന്താകണം, വെൽത്തിൽ എന്താകണം, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗോൾ എന്താണ്, റിലേഷൻഷിപ്പ് ഗോൾ എന്താണ്, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഗോൾ എന്താണ്. ഇതിങ്ങനെ ഓരോന്നും വ്യക്തമായി എഴുതി തയ്യാറാക്കണം. ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്യണം. അങ്ങനെ ഒരു വർഷം കൊണ്ട് എൻ്റെ കരിയറിൽ എനിക്ക് ഇന്ന നേട്ടങ്ങൾ വേണം, ഒരു വർഷം കൊണ്ട് എൻ്റെ ആരോഗ്യത്തിൽ ഇന്ന ഗ്രോത്ത്, പുരോഗതി ഉണ്ടാക്കണം, ഒരു വർഷം കൊണ്ട് എൻ്റെ സമ്പത്തിൽ ഇത്ര നേട്ടം ഉണ്ടാക്കണം, ഒരു വർഷം കൊണ്ട് എൻ്റെ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗോൾ, എൻ്റെ സമാധാനത്തിൽ, ശാന്തിയിൽ, എൻ്റെ അറിവിൽ ഇന്ന ഗ്രോത്ത് ഉണ്ടാവണം, എൻ്റെ ബന്ധങ്ങൾ ഒരു വർഷം കൊണ്ട് ഈ ലെവലിൽ ഓഫ് വികാസങ്ങൾ ഉണ്ടാകണം, അതുപോലെ എൻ്റെ ആത്മീയമായ മേഖലയും എൻ്റെ സാമൂഹികമായ സേവനങ്ങളും ഇന്ന രീതിയിലാകണം എന്ന് എഴുതി തയ്യാറാക്കണം. അങ്ങനെ 5 വർഷത്തെ 10 വർഷത്തെ ലൈഫ് ഗോൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതി തയ്യാറാക്കുന്ന ആ സിസ്റ്റമാണ് ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. രണ്ടാമതായി, എഴുതി തയ്യാറാക്കിയാൽ മാത്രം പോരാ, നമുക്കത് നേടിയെടുക്കാൻ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തി നമുക്കതിൽ വിശ്വാസമുണ്ടാകണം. പലരും നമുക്ക് നമ്മെ മാറ്റാൻ ഉള്ള പരിശ്രമത്തിൽ തുനിയാറില്ല. ലക്ഷ്യത്തിന് വേണ്ടി നമ്മെ മാറ്റണം. തമ്പുരാൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ, അന്തിമവേദം, ഗോഡ് വിൽ നോട്ട് ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് ഫോക്സ് അണ്ടിൽ ദേ ചേഞ്ച് വാട്ട് ഈസ് ഇൻ ദെയർ ഹാർട്ട്സ്. അവരവരുടെ ഉള്ളിലുള്ളത് മാറ്റാത്തിടത്തോളം തമ്പുരാൻ ആരെയും മാറ്റുകയില്ല. നമുക്ക് ഈ ലക്ഷ്യം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മുടെ റൂട്ടീൻ ചേഞ്ച് ചെയ്യണം, ലൈഫ് ചേഞ്ച് ചെയ്യണം, തിങ്കിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ കൃത്യമായി നിർണ്ണയിക്കപ്പെട്ട പ്ലാനിങ്, ആക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ലക്ഷ്യം നേടാൻ പറ്റൂ. വേദം, ബൈബിൾ പറയുന്നു, ആസ് എ മാൻ തിങ്കeth in his heart so is he. അവൻ എന്ത് ചിന്തിക്കുന്നോ അവൻ അതായിത്തീരും. ചിന്തയാണ്. നേരത്തെ പറഞ്ഞു, ചിന്തയിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കണം. കർമ്മം നമുക്കത് അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. ബൈബിൾ വേദം പറയുന്നു, മനുഷ്യൻ ചിന്തിക്കുന്ന എന്തോ അവൻ അതായിത്തീരും. ഋഗ്വേദം നമുക്ക് പഠിക്കുന്നു, when there is harmony between the mind, heart and resolution, then nothing is impossible.
നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും തമ്മിൽ, ലക്ഷ്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാം. അവിടെ അസംഭവ്യമായതൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കണക്ഷൻ, ആ റെസൊല്യൂഷൻ എങ്ങനെ ക്ലാരിഫൈ ചെയ്ത് നേടിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ടുള്ള ഓരോ ഗമനത്തിലും. നമുക്ക് വേണ്ടത് വീടാകാം, നമുക്ക് വേണ്ടത് വാഹനമാകാം, നമുക്ക് വേണ്ടത് നല്ല ദാമ്പത്യ ബന്ധങ്ങളാകാം, നല്ല ആരോഗ്യവും നല്ല സമ്പത്തും നല്ല ബിസിനസ്സും നല്ല വിജയങ്ങളുമാകാം. ഏത് മേഖലയിലേക്കും എത്തിപ്പെടാൻ മനസ്സിനെ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നാണ് നമുക്ക് മുന്നോട്ടുള്ള ഗമനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത്, എന്ത് നേടിയെടുക്കാനും നമ്മുടെ ലൈഫിൽ ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി അഥവാ ഇതിനപ്പുറമുള്ളതാണെങ്കിലും നേടിയെടുക്കാൻ നമുക്കിതാ സിസ്റ്റം നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതിനു വേണ്ടി അടുത്തതായി നമ്മളുടെ ലൈഫിൽ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ലോ ഓഫ് അട്രാക്ഷനെ പുറത്തു കൊണ്ടുവരാൻ, നമ്മുടെ ഉള്ളിൽ ലോ ഓഫ് അട്രാക്ഷനെ പുറത്തു കൊണ്ടുവരാൻ എന്ത് വേണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ അടുത്തായി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നു, വി അട്രാക്ട് സർക്കംസ്റ്റൻസ്, ഇവൻറ്റ്സ് ആൻഡ് പീപ്പിൾ വിത്ത് dominant thoughts, ഇമോഷൻസ്, സെൽഫ് ടോക്ക് ആൻഡ് വിഷ്വലൈസേഷൻ. നോക്കൂ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോ ഓഫ് അട്രാക്ഷൻ തീരാണെങ്കിൽ പ്രാക്ടിക്കലായ ടൂളുകളാണ് മൈൻഡ് പവറിൻ്റെ ടൂളുകൾ എന്ന് നമുക്ക് വിശദീകരിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമുക്ക് എന്ത് വേണോ അത് നമ്മൾ വിത്ത് ഡോമിനൻറ്റ് തോട്ട്സ്, സ്ഥിരമായ ചിന്ത, ഇമോഷൻസ്, അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ്, അഥവാ ആ ലക്ഷ്യം, കാറാകുന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഇമോഷൻ റീസെറ്റ് ചെയ്യുക, വീടാവുന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഇമോഷൻ റീസെറ്റ് ചെയ്യുക. അതുപോലെ ഓരോ ലക്ഷ്യവും എന്താണോ അതിനു വേണ്ടിയുള്ള സെൽഫ് ടോക്ക്, നമ്മുടെ ഉള്ളിലെ ആന്തരിക സംഭാഷണങ്ങൾ, ആത്മഭാഷണങ്ങളെല്ലാം ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടായിത്തീരുക. നമ്മുടെ മനസ്സ് വിഷ്വലൈസേഷൻ, ഭാവനാവിലാസങ്ങൾ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാക്കി തരിക. എങ്കിൽ നമ്മൾ വേണ്ടതെന്തോ അതിനു വേണ്ടി എല്ലാം ഹോൾ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി പണിയെടുക്കുമെന്ന് ആൽക്കമിസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ വീട്, പരിസരം, നമ്മുടെ ഹോൾ ബോഡി, എനർജി, നാമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നമ്മിൽ ഇടപെടൽ നടത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ റീസെറ്റ് ചെയ്യപ്പെടുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ വിശദീകരിക്കുന്നത്. അപ്പോൾ വിഷ്വലൈസേഷൻ പവർ ഉപയോഗിക്കണം. ലക്ഷ്യത്തിൻ്റെ പിക്ചർ അതിനെ കളർഫുള്ളാക്കി നമ്മുടെ ഉള്ളിൽ നിരന്തരം നമ്മെ സ്വാധീനിക്കണം. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിലെ ആവർത്തിച്ചു വരുന്ന സംഭാഷണങ്ങൾ, നമ്മളോട് സംഭാഷണങ്ങൾ, അഫർമേഷൻ, അത് ആവർത്തിച്ച് നമ്മുടെ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഗോളിൻ്റെ അഫർമേഷൻ എന്താണ്, അത് നമ്മൾ പഠിക്കണം. ഗോളുമായി ബന്ധപ്പെട്ട അഫർമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം, അത് പഠിക്കണം, അത് പരിശീലിക്കണം. ആ അഫർമേഷൻ നമ്മുടെ സെല്ലുലാർ മെമ്മറീസിനെ, ഹോൾ സെല്ലുലാർ മെമ്മറീസിനെ റെക്കോർഡ് ചെയ്യുകയാണ്, ബയോ മെമ്മറിയിൽ റെക്കോർഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹോൾ ബോഡി ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ബോഡിയെ അലൈൻ ചെയ്യിപ്പിക്കുന്ന സിമ്പിൾ ആക്ടിവിറ്റീസാണ് മെഡിറ്റേഷൻ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ മെഡിറ്റേഷനിലൂടെ കടന്നുപോയി ബോഡിയെ ഒരു ഗോൾ, ഒരു ലക്ഷ്യം, അതിലേക്ക് നമ്മുടെ ഹോൾ സിസ്റ്റത്തെ ഫോക്കസ്ഡ് ആക്കാൻ നിരന്തരം നമ്മൾ പണിയെടുക്കുകയാണ്. ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു? ബോഡി കുറേ ഓർഗൻസുകൾ ചേർന്നുണ്ടായതാണ്. ഓർഗൻസ് കുറേ ടിഷ്യൂക്കൾ കുറേ സെല്ലുകൾ കുറേ മോളിക്യൂൾസ് ആറ്റംസ് ചേർന്നുള്ളതാണ്. ഈ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ആ ഇലക്ട്രോണുകൾ അതിൻ്റെ അച്ചുതണ്ടിൽ 2200 km/s സഞ്ചരിക്കുന്നു എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. നമ്മൾ റിലാക്സിങ് കമൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആറ്റം റിലാക്സ് ആവുന്നു. മോളിക്യൂൾസ്, സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി, ഹോൾ ബോഡി റിലാക്സിങ് പൊസിഷനിലേക്ക്, സാന്ത്വനത്തിൻ്റെ ഹോൾ മെറ്റാബോളിസം ബാലൻസിങ്ങിൻ്റെ തലത്തിലേക്കുമ്പോൾ ഫുൾ ബോഡി എനർജറ്റിക്കായി, മനസ്സാഗ്രഹിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശരീരം എത്തിച്ചേരാൻ സഹായിക്കുന്ന തലത്തിൽ ബോഡി എംപവർ ചെയ്യപ്പെടുന്നു. റിസർച്ചുകൾ പറയുന്നു നമ്മുടെ ഹീലിംഗ് വിത്ത് മെഡിറ്റേഷൻ 56% ഹോസ്പിറ്റൽ ചെലവുകൾ കുറയുന്നു എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. അതുപോലെ ക്യാൻസർ സാധ്യതകൾ 55% കുറയുന്നു എന്നാണ് ഗവേഷണം പറയുന്നത്. അതുപോലെ ഹാർട്ട് ഡിസീസ് 87% കുറയുന്നു എന്നാണ് റിസർച്ച്. അപ്പോൾ അത്രയും ഇഫക്റ്റീവായ മെഡിറ്റേഷൻ നമ്മുടെ അച്ചീവ്മെൻറ്റിലേക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടൂളാണ്. മറ്റൊന്നാണ് പ്രയർ, സയൻറ്റിഫിക് പ്രയർ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനെ സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തലത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് അടുത്തതായി നാം പഠിക്കുന്നത്. പിന്നീട് ഈ ഗോളിലേക്ക് നിരന്തരം സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഒരു വാളിൽ, നമ്മുടെ ചുമരിൽ പതിപ്പിക്കപ്പെട്ട വിഷൻ ബോർഡ്, എന്താണോ വേണ്ടത് അതിലേക്ക് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഷൻ ബോർഡ്, ഓരോ ലക്ഷ്യവും
എന്ന് വേണം, എങ്ങനെ വേണം എന്ന് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പിക്ചർ ഒട്ടിച്ചു വെച്ച, നാം ആ ലക്ഷ്യത്തിൽ നേടിയ അവസ്ഥയിലുള്ള ഇമോഷൻ കണക്ട് ചെയ്തുകൊണ്ടുള്ള ആ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം എങ്ങനെയാണ് മനസ്സിലത് സ്വാധീനിക്കുവാൻ ശ്രദ്ധിക്കൂ. മനസ്സ് ഒരു വെള്ളത്തിലിട്ട ഐസ് പീസ് പോലെയാണ്. മുകൾ ഭാഗത്ത് അതിൻ്റെ കേവലം 10%, താഴ്ഭാഗത്ത് അതിന് 90% കാണുന്നു എന്നാണ്. നമുക്കറിയാം, ഈ മുകളിൽ കാണുന്ന ഭാഗത്തെ ബോധ മനസ്സെന്നും ഐസ് പീസിന് താഴെയുള്ള ഭാഗത്തെ ഉപബോധ മനസ്സെന്നും മനഃശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നു. ഈ ബോധ മനസ്സിൻ്റെ അകത്ത് കുറേ അവസ്ഥാന്തരങ്ങൾ നമ്മൾ കയറി വന്നിട്ടുണ്ട്. ബോധ മനസ്സിൽ, ഉപബോധ മനസ്സിലുള്ള അവസ്ഥാന്തരങ്ങൾ ഇവിടെ എന്താണ്? സയൻറ്റിഫിക് ആൻഡ് ലോജിക്കൽ അനാലിസിസ് കണ്ടീഷൻഡ് ബൈ NAC. ഇതൊക്കെ ഈ ബോധ മനസ്സിലേക്ക് കടന്നുകൂടിയ കുറേ കാര്യങ്ങൾ. ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നേരത്തെ പോയ കുറേ ഇഷ്യൂസ് ഉണ്ട്. ജനിച്ചത് മുതൽ 8 വയസ്സ് വരെ അല്ല 12 വയസ്സ് വരെ മൈൻഡ് ഫോർമേഷൻ പറയുന്നു. ഈ മൈൻഡ് ഫോർമേഷനിൽ കുറേ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ നെഗറ്റീവുകൾ പോയിട്ടുണ്ട്. അതുവഴി മണി ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. സമ്പത്ത് വരില്ല, വന്നാൽ നിൽക്കില്ല, നിന്നാൽ യൂസ് ചെയ്യാൻ പറ്റില്ല, മണി ബ്ലോക്ക്. രണ്ടാമത്തത് റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ടായിട്ട് ബന്ധങ്ങളെല്ലാം ശിഥിലമാവുന്ന, ഒരു ബന്ധവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ബന്ധങ്ങൾ നന്നായി യൂസ് ചെയ്ത് വിൻ-വിൻ സ്ട്രാറ്റജിയിൽ നമുക്ക് ബന്ധങ്ങൾ ഉപയോഗിച്ച് നേടാൻ പറ്റുന്നില്ല. ബന്ധങ്ങൾ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്തിയായ ബന്ധം സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അതുപോലെ അത് അത് റിലേഷൻഷിപ്പ് ബ്ലോക്കാണ്. മറ്റൊന്ന് ഹെൽത്ത് ബ്ലോക്ക്, ആരോഗ്യം. എപ്പോഴും രോഗം, എപ്പോഴും വയ്യ, എന്ത് ചെയ്താലും വയ്യ, പല ചെക്കപ്പ് എടുത്തതിന് രോഗമൊന്നുമില്ല, അസുഖമൊന്നുമില്ല. കാരണം എന്താണ്? ഇത് ഉപബോധ മനസ്സിലേക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട നെഗറ്റീവുകളാണ് അധികം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഹെൽത്ത് ബ്ലോക്ക് വരുന്നു. മറ്റ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മതപരമായ അന്ധവിശ്വാസമല്ല. എനിക്ക് കഴിയില്ല, ഞാൻ പോരാ, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് നേടാൻ പറ്റില്ല. നമുക്ക് നമ്മെക്കുറിച്ചുള്ളതും നമ്മുടെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതുമായ പരിമിതമായ ചെറിയ ലക്ഷ്യങ്ങൾ, കുറഞ്ഞ പരിമിതമായ വിശ്വാസങ്ങൾ, അതുപോലെ എല്ലാത്തിനെക്കുറിച്ചുമുള്ള സ്മാൾ ബ്ലൂ പ്രിന്റ്, ചെറിയ താല്പര്യം, ചെറിയ ലക്ഷ്യം, ഉൾവലിഞ്ഞു പോകുന്ന തലം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ചെറുത് മതി, ചെറുത് മതി. ചെറുത് മതി എന്നത് കമ്പാഷൻ്റെ അല്ലെങ്കിൽ കനാഴത്തിൻ്റെ അല്ലെങ്കിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിൻ്റെ തലത്തിലാണെങ്കിൽ പോസിറ്റീവാണ്. പക്ഷേ വലുത് നേടാൻ കഴിയുന്ന, വലിയ നേടാനുള്ള എഫേർട്ടും എഫിഷ്യൻസിയൊക്കെ ഉള്ള ഒരാൾ ചെറുത് മതി എന്ന് പറയുന്നത് സംതൃപ്തി മാത്രമല്ല, അത് കഴിവില്ലായ്മയിലേക്കുള്ള അന്ധവിശ്വാസത്തിൻ്റെ ചെറിയ ബ്ലൂ പ്രിൻ്റ് മനസ്സിലുള്ളത് കൊണ്ടും കൂടിയാണ്. അത് മനസ്സ് പൊട്ടിക്കണം. മനസ്സിൻ്റെ ആ തലങ്ങളെ പൊട്ടിച്ച് റീക്രിയേറ്റ് ചെയ്ത് വലിയ ലക്ഷ്യത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യുന്നു? ബൈപ്പാസ് സർജറി വഴി പോസിറ്റീവായ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഒരു സീഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സീഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ മെല്ലെ 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 ആ സീഡ് അവിടെ കിടന്ന് വളർന്ന് 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 അതിൻ്റെ വളർച്ച നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോൾ ഒരു പൂർണ്ണ വളർത്തിയെത്തിയ കുഞ്ഞിനെ പോലെ അകത്ത് രൂപപ്പെട്ട ആ ലക്ഷ്യം, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ബിലീഫ് അനുസരിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിത്ത് വിതയ്ക്കുക, വിജയത്തിൻ്റെ വിത്ത് വിതയ്ക്കുക, നേട്ടത്തിൻ്റെ വിത്ത് വിതയ്ക്കുക, വളർച്ചയുടെ വിത്ത് വിതയ്ക്കുക. നാം ആഗ്രഹിക്കുന്ന എന്തിൻ്റെയും വിത്ത് വിതച്ചാൽ മാത്രം പോരാ. ചിന്തയിലൂടെ ആ വിത്ത് നാം വിതച്ചു, പക്ഷേ വെള്ളവും വളവും കൊടുക്കണം. അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മുഴുവൻ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നേരത്തെ പറയപ്പെട്ട ടൂളുകൾ ഒന്നൊന്നായി അപ്ലൈ ചെയ്ത് സിസ്റ്റം, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, പോസിറ്റീവ് പ്രയർ, സയൻറ്റിഫിക് പ്രയർ, ഇങ്ങനെ വിഷൻ ബോർഡ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഏത് തലത്തിലായിരുന്നാലും മറ്റേതൊരു തലത്തിലേക്കാണ് പോകേണ്ടതെങ്കിലും പോകാൻ കഴിയുമെന്നാണ് റിസർച്ചുകൾ, എക്സ്പീരിയൻസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് ഏത് രോഗത്തെ മാറ്റാനാണെങ്കിലും, ഏത് താല്പര്യത്തെ നേടാനാണെങ്കിലും, ഏത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാണെങ്കിലും മനസ്സിപ്രകാരം ബ്ലൂ പ്രിന്റുകൾ മാറ്റിവരിച്ച് ജീവിതരേഖയെ ഉയർത്താൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വഴിയിലേക്കാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം മൈൻഡ് പവർ ജേണി എന്ന യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് മൈൻഡ് പവർ ജേണിയിൽ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പഠനവേദി 10% വാട്ട് വി റീഡ്, വായിച്ചതിന് 10% ഓർമ്മ ഉണ്ടാവുള്ളൂ. 10% ഓഫ് വാട്ട് വി ഹിയർ, കേട്ടത് 20% ഓർമ്മ ഉണ്ടാവുള്ളൂ. 30% വാട്ട് വി സീ, കണ്ടത് 30% ഓർമ്മ ഉണ്ടാവും. എന്നാൽ 50% വാട്ട് വി സീ ആൻഡ് ഹിയർ, കേട്ടതും കണ്ടതും 50% ഓർമ്മ ഉണ്ടാവും. 80% ഓഫ് വാട്ട് വി സേ, പറഞ്ഞത് 80% ഓർമ്മ ഉണ്ടാവും. 90% ഓഫ് വാട്ട് വി റൈറ്റ് ആൻഡ് സേ ആസ് വി ആക്ട്. ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. 90% ഓർമ്മ സൂക്ഷിക്കാൻ, ഓർമ്മ വളരാൻ, ഓർമ്മ നിലനിൽക്കാനുള്ള വഴി 1 എഴുതണം, 2 പറയണം, ആക്ഷൻ എടുക്കണം. മൈൻഡ് പവർ ജേണിയിൽ ഗോളുകൾ എഴുതിപ്പിക്കുന്നു. മൈൻഡ് പവർ ജേണിയിൽ ഗോളുകൾ വ്യക്തമായി അതിൻ്റെ സിസ്റ്റം പ്ലാൻ ചെയ്യിപ്പിക്കുന്നു. മൈൻഡ് പവർ ജേണിയിൽ ഗോളുകളുടെ അഫർമേഷൻ എഴുതിപ്പിക്കുന്നു. ഓരോ ഗോളുകളും, നിങ്ങളുടെ ഓരോരുത്തരും ഗോളുകൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഗോളുകളുമായി ബന്ധപ്പെട്ട അഫർമേഷൻ എഴുതിക്കുന്നു.
മൈൻഡ് പവർ ജേണിയിൽ ഗോളുമായി ബന്ധപ്പെട്ട വിഷൻ ബോർഡ് തയ്യാറാക്കാൻ പറഞ്ഞു വിടലല്ല, തയ്യാറാക്കിപ്പിക്കുന്നു. ഗോൾ മൈൻഡ് പവർ ജേണിയിൽ ഗോളുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക് പ്രയർ പഠിപ്പിക്കുന്നു. പ്രയർ പലരും നെഗറ്റീവായിട്ടാണ്. ദൈവമേ ഇങ്ങനെ ആയിപ്പോയല്ലോ, ദൈവമേ അങ്ങനെ ആയല്ലോ, ദൈവമേ രോഗമായല്ലോ. നെഗറ്റീവ് വാക്കുകൾ കൊണ്ടും നെഗറ്റീവ് ശൈലികൾ കൊണ്ടുമാണ് പ്രയർ ഇപ്പോൾ കിടന്നത്. പോസിറ്റീവ് കൺവേർഷൻ സംഭവിക്കണം. പോസിറ്റീവ് സയൻറ്റിഫിക്കായ പ്രയർ, അതാണ് പ്രൊഫറ്റിക് മെത്തഡോളജി, അതാണ് ഹോൾ വേദങ്ങൾ പഠിപ്പിക്കുന്നത്. പോസിറ്റീവായ പ്രയറാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് പോസിറ്റീവ് പ്രയർ ഉണ്ടാവുക. പോസിറ്റീവ് ബിലീഫിൽ നിന്നാണ് പോസിറ്റീവ് പ്രയർ ഉണ്ടാവുക. നിറഞ്ഞ നിർവൃതിയിൽ നിന്നും ഏറ്റവും നന്മ നിറഞ്ഞ ഒരു വലിയ യാത്രയിലേക്കാണ്, വലിയ നേട്ടത്തിലേക്കാണ് മൈൻഡ് പവർ ജേണി നമ്മെ നയിക്കുക. എല്ലാ സുമനസ്സുകളെയും മൈൻഡ് പവർ ജേണിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് വിനീതൻ സേവകൻ, നിങ്ങളുടെ വിനയമായ സേവകൻ ഇമാം ശംസുദ്ദീൻ ഖാസ്മി.